പകൽ വാർത്തയിലേക്ക് വിശദമായി. മണ്ണിനടിയിലെ ദൌത്യം അത് തുടരുകയാണ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറിയടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അത് ഊർജിതമായി തുടരുന്നു. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. റഡാർ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ JCBകൾ സ്ഥലത്തെത്തിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നു. ഇന്ന് രാവിലെ 6:00 NDRF, ഫയർഫോഴ്സ്, പോലീസ്, നേവി എന്നിവരുടെ സംയുക്ത തെരച്ചിൽ പുനരാരംഭിച്ചത്. അർജുനടക്കം 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. Work is still going on. There is a missing complaint of both a person as well as the lorry. So adu 3 people missing idare. Adaralli in that one person is this. So we are doing the rescue operation. Don't blame that they are not working. They are working by 24/7. Night also we cannot work because siding we cannot say that Baba how it will come and all this. This is a mistake. What we have during the road construction, this mistake has happened. For that mistake, our people are suffering. During the construction, when blasting happens, no, it leaves one connectivity of the mud, no, it slowly opens. And when the water pours inside, no, it will crack in between and it will collapse. ഷിരൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, വലിയ പ്രതീക്ഷയിൽ, വലിയ ആകാംക്ഷയിൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അർജുന്റെ മടങ്ങി വരവിനായി. വേഗത്തിലാക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടം എന്താണ്? ആ റഡാറിൽ ലൊക്കേഷൻ തിരിച്ചറിയുന്നു എന്ന് പറയുന്ന ആ ഇടത്ത് മണ്ണ് മാന്തി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയില്ലേ? തീർച്ചയായും എൽദോ, ഇപ്പോൾ അർജുനായുള്ള ഈ തിരച്ചിൽ 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ റഡാർ കൃത്യമായി ഈ ലോറിയുടെ സമാനമായ ഒരു വസ്തു കണ്ടെത്തിയിരിക്കുന്നു. ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നത്. മറ്റ് പല ഇടങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന JCB എല്ലാം ഇപ്പോൾ റഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയ ഈ സ്ഥലത്ത് ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് നമ്മൾ ഈ പ്രദേശത്ത് നിന്നും തിരിച്ച് മടങ്ങിയത്. എല്ലാവരെയും ഈ ഭാഗത്തുണ്ടായിരുന്ന എല്ലാവരെയും ഇപ്പോൾ പുറത്തേക്ക് വീണ്ടും ഇപ്പോൾ ഈ അങ്കോള ഭാഗത്തേക്ക് മാറ്റിയിരിക്കും. നമ്മൾ ആദ്യം രാവിലെ ഉണ്ടായിരുന്ന പ്രദേശത്ത് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഇവിടുന്ന് ഏതാനും കിലോമീറ്റർ മാത്രം, അതായത് 3-4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ അപകടം നടന്ന സ്ഥലം. എന്തായാലും അപകട സ്ഥലത്ത് നേരിട്ട് എത്തിയപ്പോഴാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അത്രത്തോളം വലിയ മണ്ണിടിച്ചൽ, 1 കിലോമീറ്ററോളം നീളത്തിൽ മല അപ്പാടെ റോഡിലേക്ക് പതിച്ച സാഹചര്യം. ഒപ്പം ഈ പുഴയിലും അത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ മണ്ണ് ഇത്തരത്തിൽ കുന്നുകൂടിക്കിടക്കുന്ന ഒരവസ്ഥ. എന്തായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാത, പൂനെയിൽ നിന്നും മംഗളൂരുവിലേക്കുള്ള ദേശീയപാതയിലാണ് ഈ അപകടം സംഭവിച്ചതാണ് ഏറ്റവും വലിയ ഇത്തരത്തിൽ ആശങ്ക ഉയർത്തുന്ന കാര്യം. കാരണം ഈ പ്രദേശങ്ങളിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിലൊരു സ്ഥലമാണ് ഇത്. പക്ഷേ ഈ ലോറി താവളമാണ് ഇത്. പുഴയരികിലുള്ള ഒരു സ്ഥലം, വളരെ മനോഹരമായ ഒരു സ്ഥലം. ഇവിടെ പലപ്പോഴും ലോറിക്കാർ ഇത്തരത്തിൽ വിശ്രമിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ഇവിടെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. ആ തട്ടുകടയും സമീപത്തുണ്ടായിരുന്ന വീടും ഈ മണ്ണിടിച്ചിൽ പൂർണ്ണമായും തകർന്നു. ആ തട്ടുകടയിലുണ്ടായിരുന്ന 7 പേരാണ് മരണപ്പെട്ടവർ. കൂടുതൽ പേർ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. അവർക്കായും നേവിയുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ അർജുൻ മാത്രമല്ല, മറ്റ് വാഹനങ്ങൾ 2-3 വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ റഡാർ മറ്റ് കൂടുതൽ ഇടങ്ങളിലേക്ക് റഡാർ ഇതിന്റെ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ലോറിന് സമാനമായ വസ്തു കണ്ടെത്തിയ സ്ഥലത്താണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഉള്ള ഈ റഡാർ സിഗ്നലിൽ ലൊക്കേഷനിൽ കണ്ടെത്തിയ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അധികൃതർ. ഏതായാലും ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലുള്ള ഊർജിതമായ ഈ രക്ഷാപ്രവർത്തനം നടന്നു എന്ന് വേണം പറയാൻ. നമ്മൾ നേരിട്ട് കണ്ട സ്ഥിതിക്കാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നലെയൊക്കെ 2-3 JCB മാത്രം ഉപയോഗിച്ച് നേരിയ തോതിൽ മണ്ണ് മാറ്റുകയും അത് ഒറ്റപ്പെട്ട ലോറികളിൽ കയറ്റി ദൂരെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ ഇന്ന് വളരെ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ജില്ലാ കളക്ടർ നേരിട്ട് ആ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് അത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് വേണം പറയാൻ. ഇവിടുത്തെ കാർവാർ MLA-യുടെ നേരത്തെ ബൈറ്റാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ഇടപെട്ടാണ് മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ എത്താനുള്ള ഈ വഴിയൊരുക്കിയത്. അദ്ദേഹം പോലീസിന്റെ വിലക്ക് മറികടന്ന് നമ്മളെ അവിടേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും ആദ്യ ദൃശ്യം, ഇന്നത്തെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആദ്യ ദൃശ്യം ന്യൂസ് 18 പുറത്ത് വിട്ടത്. ന്യൂസ് 18 ആ ദൃശ്യം പുറത്ത് കാണുന്നതും ഈ കുടുംബം ഉൾപ്പെടെയുള്ളവർ കാണുന്നതും ഇതൊരു വലിയ ആശ്വാസ വാർത്ത തന്നെയാണ് പുറത്തുവന്നത്. ഇനി അർജുൻ
ജീവനോടെ ഉണ്ടോ, അർജുൻ തിരിച്ചു വരുമോ എന്ന ചോദ്യമാണ് ഇനി ഉയരുന്നത്. അതിനുള്ള വളരെ നിർണായകമായ മണിക്കൂറുകളാണ് ഇനി വരാനുള്ളത്, കടന്നു പോകുന്നത്. ഇപ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. നിലവിൽ മഴ പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യം തന്നെ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് അതൊരു തടസ്സമല്ല. അത്തരത്തിൽ ചെളിയൊക്കെ ഈ റോഡിൽ അത്രത്തോളം ചെളിയും കല്ലും ഒക്കെ ഈ റോഡിൽ അത് കിടക്കുന്നുണ്ട്. എന്തായാലും ഈ വഴി ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇനിയും 3-4 ദിവസം വേണ്ടി വരും. അത്തരത്തിൽ ഈ മല വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം പോലും അവിടുന്ന് നടക്കുന്നതെന്ന് വേണം നമ്മൾ നേരിട്ട് കണ്ട ആളെന്ന നിലയിൽ പറയാൻ. നമ്മൾ പോലും അപകടകരമായ സാഹചര്യത്തിലായിരുന്നു അവിടെ ദൃശ്യം പകർത്താനെത്തിയത്. അത്തരത്തിൽ മുകളിൽ നിന്നും വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ തോതിലുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും രൂപപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് ബലമായി നമ്മൾ അവിടെ നിന്ന് മാറ്റിയായിരുന്നു. കാരണം ഒരു അപകടം ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള ഒരു ആളുകളുള്ള ഒരു സ്ഥലമായി മാറും. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് മാറ്റി. എന്തായാലും ഈ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കണം. ഒപ്പം നമ്മുടെ ജനപ്രതിനിധികൾ ഈ കാര്യത്തിൽ ഇടപെട്ട, ഒപ്പം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ, BJPയുടെ സുരേഷ് ഗോപി മന്ത്രി ഉൾപ്പെടെയുള്ള അവരുടെ ഇടപെടൽ, ഇത് ഈ കാര്യത്തിൽ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം ഇത്രത്തോളം ഇന്ന് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുടെ ഒക്കെ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായാണ്. നമുക്കറിയാം, ഈ അർജുനെ കൂടാതെ 3 പേർ കൂടി ഈ മണ്ണിനടിയിലായി ഉണ്ട്. ഒരാൾ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് പോകുന്നത് കണ്ടവരുണ്ട്. ഇവരെ കുറിച്ചൊന്നും വിവരമില്ല. ആ അന്വേഷണം കൂടി ഊർജിതപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും ആശ്വാസകരം. അത് ഇവിടുത്തെ കർണാടക ഈ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസം പകരുന്നുണ്ട്. എന്തായാലും നേവിയുടെ ഒരു സംഘം പുഴയിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു സ്ത്രീ ഒഴുക്കിൽപ്പെട്ട് പോയത് കണ്ടവരുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഈ 2-3 മറ്റു വാഹനങ്ങൾ കൂടി ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ, അതും കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഊർജിതമായ തെരച്ചിൽ ഇന്ന് നടത്തുന്നുണ്ടെന്ന് വേണം പറയാൻ. ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഒരു ആശ്വാസ വാക്ക്, പ്രതീക്ഷയുടെ വാക്ക് ഉടൻ ലഭിക്കുമെന്ന ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളത്. നമ്മളും അതിനായാണ് കാത്തിരിക്കുന്നത്. ഇന്നലെ മുതൽ 300 കിലോമീറ്ററോളം ദൂരമുള്ള ഈ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ അത്തരത്തിലൊരു വല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഇവിടെ ദേശീയപാത പലയിടങ്ങളിലും ഗതാഗതം നിരോധിച്ച ആ ഒരു സാഹചര്യമായിരുന്നു. നിരവധി വാഹനങ്ങൾ, ഇത് ഗോവ ഭാഗമാണ്, ഇതിന് തൊട്ടപ്പുറത്ത് മംഗളൂരിൽ നിന്ന് വരുന്ന ഭാഗം, 2 ഭാഗത്തും അപ്പുറവും ഇപ്പുറവും പോകേണ്ട നിരവധി വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. അവർ ഈ റോഡ് ക്ലിയർ ചെയ്തതിനു ശേഷം, ഗതാഗതം ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ ഇവർക്ക് ഇതുവഴി യാത്ര തുടരാൻ പറ്റൂ. അതിനായുള്ള കാത്തിരിപ്പാണ്. ഒരു 3-4 ദിവസം എന്തായാലും ആ റോഡ് ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ വേണ്ടിവരും. മാത്രമല്ല, ഈ അർജുന്റേത് ഉൾപ്പെടെയുള്ള ഇവരുടെ കാര്യങ്ങൾ, വാഹനങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഗതാഗതം ഇതിലെ കൂടി ഉണ്ടാകൂ. ഗതാഗതം പൂർണ്ണമായും നിലച്ച സാഹചര്യമാണ്. ചെറുവണ്ടികൾക്ക് ഊടുവഴികളുണ്ട്, അതിലൂടെ കടന്നു പോകാം. പക്ഷെ ഭാരമേറിയ വാഹനങ്ങൾ, ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇവിടെ നിന്നും അപ്പുറത്ത് കിടക്കാൻ യാതൊരു വഴിയുമില്ല. അവർ ഇവിടെ ഇത്തരത്തിൽ 4-5 ദിവസമായി ഇവിടെ ഇപ്പോൾ തങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 3-4 ദിവസം വേണ്ടിവരും ഈ ഗതാഗതം പൂർണ്ണമായും ഏതായാലും സുഗമമാക്കാൻ. മാത്രമല്ല, ഈ അർജുന്റെ കുടുംബം, ഇതിൽപ്പെട്ട 2 പേർ ഇപ്പോൾ ഈ മുകളിലുണ്ട്, ഈ അപകടം നടന്ന സ്ഥലത്തുണ്ട്. മറ്റെല്ലാവരെയും അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ ദൃശ്യം നമുക്ക് നൽകാൻ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനം. ഒപ്പം ഈ റഡാർ ഉപയോഗിച്ച്, സിഗ്നൽ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു വസ്തു കണ്ടെത്തി ആ സ്ഥലം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ JCB ഉപയോഗിച്ചുള്ള ഇത്തരത്തിൽ മണ്ണ് നീക്കുന്ന പ്രവൃത്തി ഉള്ളത്. മറ്റെല്ലാ ഇടങ്ങളിലുള്ള പ്രവൃത്തി മാറ്റിവെച്ച് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയാണ്. എന്തായാലും കേരളത്തിൽ ഏകോപിപ്പിക്കാൻ DYSPമാർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ ഉണ്ട്. അവരും ഈ സ്ഥലത്തുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത്. നമ്മൾ അവരോട് വിശദമായി ചോദിച്ചിരുന്നു. എന്തായാലും നല്ലൊരു വാർത്ത ഉടൻ ലഭിക്കുമെന്നാണ് അവരും പങ്കുവെച്ചത്. എന്തായാലും ജീവനോടെ നമ്മൾ അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, നമ്മളും കാത്തിരിക്കുന്നത്. എൽദോ.